ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ക്രിസ്മസ് ഈവിൻ്റെ അന്നത്തെ ദിവസമാട്ടോ. അതായത് 24-ാം തീയതി ഒരു 3:30 തൊട്ട് ഞങ്ങൾ വലിയ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് കട്ടിങ്, പള്ളിയിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. കഴിഞ്ഞ കൊല്ലം 70 കേക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം അത്രയില്ല, അതിൻ്റെ പകുതിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മേരി ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ ഐസിങ്ങിന് വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എൻ്റെ കൂടെ നിന്ന് ചെയ്യണത് നമ്മുടെ പള്ളിയിൽ ഷാർലറ്റ് മിസ്സിൻ്റെ മോളാട്ടോ. ഇത് മേരി ചേച്ചിക്ക് അറിയില്ലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നത്. നമ്മുടെ ജേസൻ ചേട്ടൻ അപ്പോഴേക്കും ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളവിടെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമുണ്ട്. കണ്ട, മേരി ചേച്ചിക്ക് ആഗ്രഹം കൊണ്ട് ചെയ്യണതാണ്, അറിയില്ല, പക്ഷെ പിന്നെ പഠിച്ച് ചെയ്തു തുടങ്ങിയ ആൾ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കൊയറിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കേക്ക് ഇത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മൻ വന്ന് അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തുട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലായിരുന്നു മൊബൈൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി. കൊയറിൻ്റെ പ്രാക്ടീസ് ലേറ്റായി പോയി, 7:30 മണി കഴിഞ്ഞു പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ട പള്ളി മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര കൂടുതലായിരുന്നു. ഇത്രയ്ക്ക് ഉള്ളിലൊന്നും ഇത്രയ്ക്കധികം ചെയ്യാറില്ലായിരുന്നു. ഇപ്രാവശ്യം എനിക്കറിയില്ല, ആരോ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സെൻറ്ററിലുള്ളത് എപ്പോഴും ഉണ്ടാവാറില്ല. നല്ല ഭംഗിയായിട്ടത് രാത്രി കാണാനായിട്ട്. കണ്ട, ഫുൾ റെഡ് ഗ്രീൻ ഒക്കെ ആയിട്ട്. ഇത് കണ്ട തൊട്ടിൽ അതെന്ന് പറഞ്ഞാൽ ഡിസംബർ 1-ാം തീയതി തൊട്ട് ഓരോരുത്തരോടും അച്ഛൻ പറഞ്ഞു വചനം എഴുതിയിടണം എന്ന്. അങ്ങനെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് കഴിയുമ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ക്രിബ് ഉണ്ടാക്കിയിട്ടില്ല, നല്ല ഭംഗി. ശരിക്കുള്ളത് പുൽക്കൂട് പുറത്ത് KCMകാരുണ്ടാക്കി. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇത് നമ്മളുടെ പള്ളിയിലുള്ള ഈ ഷാർലറ്റ് മിസ്സിൻ്റെ ഹസ്ബൻഡ് ബാബു സാറൊക്കെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോഴേക്കും ഐസിങ്ങൊക്കെ ഏകദേശം ഒരു പരുവായിട്ടാണ്, ഒരുവിധമായി അവർ ചെയ്ത്. ഞാൻ കൊയറിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴേക്കും ഐസിങ്ങൊക്കെ ചെയ്തു തുടങ്ങി. ഇതാണ് ഷാർലറ്റ് മിസ്സ്, അത് മറ്റേ മോള്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നു, 9:45 ആകുമ്പോഴേക്കും എത്തണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു. ഇതാട്ടെ പള്ളി ഫുൾ ഇലുമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്? ചെറിയ പള്ളിയാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ രൂപം നമ്മുടെ കേക്കിൻ്റെ. കണ്ട, ഒരു സാൻഡേനെയാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടില്ലേ? നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട്. ഇത് നമ്മുടെ പള്ളിയിലേക്ക് കയറണേൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ, ഫുള്ള് ഒന്ന് കാണിക്കാനായിട്ട്. ഇത് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ പ്രദക്ഷിണമായിരുന്നു കേട്ടോ. പ്രദക്ഷിണം സാധാരണ പള്ളിയുടെ ഉള്ളിലായിരുന്നു 1-2 കൊല്ലമായിട്ട് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം പുറത്തേക്ക് പോയി, പുറത്ത് റോട്ടിൽ കൂടെയൊക്കെ പോയി വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പോയി, ഭയങ്കരമായിട്ട് ലേറ്റായി. ഞങ്ങളല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 1:30 ആകുമ്പോഴേക്കും കുർബാന കഴിഞ്ഞ് തൃശ്ശൂർ എത്താറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായി. അത് ഈ പ്രദക്ഷിണം അങ്ങനെ പോയപ്പോൾ സമയം എടുത്തുല്ലോ. അങ്ങനെ പ്രദക്ഷിണം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഉണ്ണീശ്വരനെ ഇവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ. ഈ ഉണ്ണീനെ അച്ഛൻ ഇവിടെ കൊണ്ടുപോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ പാട്ട് പാടും. കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ഇത് അന്നു, നമ്മുടെ മേരി ചേച്ചിയുടെ മോള് അന്നു കേട്ടോ. അത് കഴിഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ ഉണ്ണീശ്വരനെ കൊണ്ട് വെച്ചതിന് ശേഷം അനൗൺസ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ തൊട്ടിൽ വചനം എഴുതി 1-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ എഴുതിയിട്ടേന്ന് സെലക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കിട്ടിയത് നമ്മളുടെ മീനി ചേച്ചിക്ക് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഇതിൽ മീനി ചേച്ചിക്ക് എന്നെ കിട്ടിയപ്പോൾ അതിലൊരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ പേര് എഴുതിയിടണം. ഞാൻ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ല കിട്ടാഞ്ഞേ. പക്ഷേ മീനി ചേച്ചിക്ക് കിട്ടി, ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ നടന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ലൈറ്റ് മാത്രമായിട്ട് ഇടുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ആ സമയത്ത് എല്ലാ ലൈറ്റും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടായേനെ. നമുക്കത് ചെയ്യാനുള്ള അനുവാദം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തേനെ. ഇത് കണ്ടു, ഉണ്ണീശ്വരനോടെ വെച്ചു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ക്രിബ്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് ഹാളിലേക്ക് പോവാം. കേക്ക് കട്ടിങ് കണ്ട, വലിയ കേക്ക് അച്ഛൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ഡബിൾ ഉണ്ടായിരുന്നു കേട്ടോ, ഡബിളോ ത്രിബിളോ ഉണ്ടായിരുന്നു. അത്രയും വലിയ കേക്കായിരുന്നു, കുറേ ബാക്കി വന്നു. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റായിരുന്നു, എല്ലാവർക്കും കറക്റ്റായി. കുറച്ച് ബാക്കി വന്നിട്ടുള്ളൂ, പക്ഷെ ഇത്രേ വേണ്ടു. കഴിഞ്ഞ കൊല്ലത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുർബാനയ്ക്ക് വന്നവർക്കും ബാക്കിയുള്ള കുറേ പേർക്ക് അങ്ങനെ കൊടുക്കലൊക്കെ ആയിരുന്നു. സാൻഡയുടെ നല്ല രസമായില്ലേ? ഷാർലറ്റ് മിസ്സും മോൾ അവരൊക്കെ ചെയ്ത്, അവരാണ് മെയിൻലി ഇത് ചെയ്തത് കേട്ടോ. അവർക്ക് പ്രത്യേകം
ഇത് പറയേണ്ട, അവർ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം അത്. അങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ വേഗം തന്നെ, ഇത് ഞങ്ങളുടെ കൊച്ചച്ഛൻ വേഗം തന്നെ ഫസ്റ്റ് അവിടെ നിന്നിട്ട് അത് വാങ്ങി. പിന്നെ എല്ലാവരും ലൈനായിട്ട് വന്ന് വാങ്ങി. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് അവിടെ KCMകാരുടെ കൂപ്പൺ എടുത്തതിൻ്റെ ലക്കിടിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് കിട്ടുമെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കഴിയണില്ല, കുറേ ഉണ്ട്, ബമ്പർ പ്രൈസ് ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നില്ല. പിന്നെ ലേറ്റ് ആവും, തൃശ്ശൂർ ഓൾറെഡി ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതാട്ടെ ഞങ്ങളുടെ പള്ളിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ സൂപ്പർ ബ്ലോക്ക് അവിടെ എടപ്പള്ളി ഭാഗം. എടപ്പള്ളി സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡില് പൊതിഞ്ഞിരിക്കുക, ഗോൾഡ് ലൈറ്റിലുള്ള സെറ്റ് ബസ് ഡെക്കറേഷൻ ആയിട്ട് എന്നെ തിരിച്ചു തിരക്കന്നെ. ഞങ്ങള് ചാലക്കുടി പാലം ഓടിച്ചു സിഗ്നല് കിട്ടി കിടക്കാട്ടാ. 8 മണി ലേറ്റ് ആയില്ലേ? 2:30 മണിയായി. ഞങ്ങൾ 10:30 കുർബാനയ്ക്ക് കയറിയതാ. ഇന്ന് പ്രദക്ഷിണം പുറത്തേക്കോടൊക്കെ പോയിട്ട് ലേറ്റ് ആയി. അവൻ പ്രാന്തായി. അപ്പൊ അതല്ല പ്രശ്നം. അക്കി അവിടെ പാവം ഉറപ്പൊളിച്ചിരിക്കണോ, ഉറങ്ങിയാൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം അക്കിയുടെ അവിടെ ഞങ്ങൾ ക്രിസ്മസ് എല്ലാവരും എറണാകുളത്ത് കൂടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എല്ലാവരും എറണാകുളത്ത് കൂടാന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടാണ് തീരുമാനം. ഡാഡി അന്നയുടെ അവിടേക്ക് പോയി അബുദാബി വിളിച്ചു. അപ്പൊ അക്കി ഒന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അപ്പൊ പിന്നെ ആരും വിളിച്ചില്ല. അക്കി പറഞ്ഞു തൃശ്ശൂർ വരാനായിട്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ക്രിസ്മസിന് ഇപ്പൊ അക്കി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അക്കി അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം പോകണ്ടെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, അമ്മച്ചേട്ടൻ അന്ന് തന്നെ മുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അമ്മച്ചേട്ടൻ ലീവ് എടുത്തു. 28-ാം തീയതി അമ്മച്ചേട്ടൻ്റെ കസിൻ റോസ്ലാൻഡിയുടെ മോൻ്റെ കൊച്ചിൻ്റെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. അപ്പോൾ 2 ദിവസം ഓൾറെഡി ലീവ് എടുത്തു. ലീവ് എടുത്താലായിരുന്നു 1 ദിവസം മനസ്സമാനത്തിൽ നിൽക്കാം. അല്ലെങ്കിൽ അപ്പം തന്നെ പോകേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് ഇന്നലെ തീരുമാനമായത് തൃശ്ശൂർക്ക് വരാമെന്നുള്ളത്. അങ്ങനെ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുക. ഡാഡി കാണുന്നില്ല എന്നെ. രാത്രി ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് പോകുന്നത് കണ്ട നോക്കട്ടെ കേട്ടോ. ഡാഡി അന്നയുടെ അടുത്ത് അബുദാബിയിൽ ഈ പ്രാവശ്യം അവരവിടെ ക്രിസ്മസ് വർഗീസാറിൻ്റെ അവിടെ ആഘോഷിക്കുകയാണ്. വർഗീസാറിൻ്റെ വീട്ടിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസ് കണ്ടു. ലീമേച്ചിയുടെ ഭയങ്കരമായ കുക്കിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്തു, നമ്മളിവിടെ അങ്ങനെ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഒരുത്തൻ അവിടെ സൈഡായിട്ട് ഉറങ്ങിയതുകൊണ്ട് അവിടെ ഉറങ്ങി. 2:30 മണിയില്ലേ? അതെന്താ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ്ങും അത് കഴിഞ്ഞ് KCYMകാരൻ്റെ കൂപ്പണിൻ്റെ ലക്കിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ ഇനിയും കുറേ പ്രൈസുകളുണ്ട്. വേണ്ടാന്ന് വിചാരിച്ചു വന്നു. അവര് വലിയ താറാവും കോഴിയൊക്കെ അല്ലേ, അത് കിട്ടിയാലും നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കാണില്ല മുഖം. സൂപ്പറായിട്ടുണ്ടല്ലേ? ഏത് സ്ഥലം? കൊടകര കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇരുട്ടത്ത് രാത്രി ഇങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് പാറി പറന്ന് മൂടിയിട്ട് ഇങ്ങനെ ഉറക്കുമ്പോൾ ഉറങ്ങി പോകണ്ട അറിയാണ്ട. ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. വീഡിയോ പിടിക്കുമ്പോൾ ഉറങ്ങില്ലല്ലോ. സിഗ്നൽ ഭയങ്കര കുറച്ച് വണ്ടികള് ക്രിസ്മസിന്റെ യാത്ര ചെയ്തുകൊണ്ടോ സിഗ്നലുണ്ട്. പുതുക്കാട് പള്ളി കണ്ട, പുതുക്കാട് പള്ളി പോയി തുടങ്ങി വണ്ടികൾ. ഞാനാണെങ്കിൽ എന്നെ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഉറങ്ങിപ്പോ. അറിയാണ്ടിങ്ങനെ ഉറങ്ങിപ്പോ. ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. 3 മണി വരെ കൂടെ. എൻ്റെ സാരി ഇതിൽ ഇങ്ങനെ ശരിക്കും കാണണമെന്ന് അറിയില്ല. വേറെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഫുൾ ലെങ്ത് എടുത്തോന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. ഇതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള സാരിയാണ്. 15 വർഷം പഴക്കമുള്ള സാരിയാണ്. ആർക്കും പറഞ്ഞിട്ട് വിശ്വാസമാവില്ല. ശരിക്കും 15 കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടില്ല. എനിക്ക് ഒന്നും എടുത്തിട്ടില്ല. എനിക്കാണ് ആ സമയത്ത് ഒന്നോ രണ്ടോ തവണ എടുത്തിട്ടുള്ളൂ. കണ്ടോ? ബ്ലൗസ് പാകല്ലേ അതിൻ്റെ? ബ്ലൗസ് വേറെ.
നല്ല സാരി കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിടാം. നല്ല അടിപൊളി ഫോട്ടോ. മുടി കളർ ചെയ്ത് അന്ന് തന്നെ പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു, ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ അതിന് ദൂരത്തിൽ പോയാൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മരിയാപുരം പള്ളിയിട്ടാ. സാധാരണ എല്ലാ കൊല്ലവും ഞങ്ങൾ ലേറ്റ് ആവാറില്ല ഇത്ര. ഇത് 3 മണി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മമ്മീനോടെ പോയിട്ട് പോവാറ്, ഡാഡിയോടെ വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ട പള്ളിയിൽ ഒരു മനുഷ്യനില്ല. സാധാരണ ഇവിടുത്തെ പരിപാടികളൊക്കെ കാണാറുള്ളതാണ്. ലേറ്റ് ആയ കാരണം മമ്മീനോടെ നാളെ പോവാന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടിയിലൂടെ ഞാൻ ആദ്യം പപ്പാനെ ഓരോ ഉറക്കം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പപ്പാനി നല്ലത് എന്നിട്ടത് കാവടിയുടെ ഞാനൊരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോ പപ്പാനിയാന്ന് വിചാരിച്ചു. പക്ഷെ പപ്പാനിയല്ല. ഈസ്റ്റ് ഫോർട്ട് എത്തി. നമ്മുടെ സ്വന്തം സ്ഥലം ഈസ്റ്റ് ഫോർട്ട്. ഇനിയിപ്പോൾ അതൊക്കെ പേപ്പനെ വിളിക്കാം. ചിലപ്പോൾ അവരുറങ്ങിയിട്ടുണ്ടാവും. അവരുറങ്ങിയിട്ടുണ്ടാവുന്നല്ല, അവരുറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അല്ലെങ്കിൽ അക്കിയുടെ വിളി വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ അവിടെ എത്തിയിട്ട് വിളിക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഇനി തല കറങ്ങണ്ട. വിളിച്ചു നോക്കട്ടെ. പൂങ്കുന്നം പള്ളി ഇവിടെ അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പള്ളികളും ഇപ്പോൾ കോമ്പറ്റീഷൻ പോലെ ചെയ്യണം. ഞങ്ങളിപ്പോൾ വിളിച്ചു വിട്ടാക്കീനെ. വിളിച്ചപ്പോൾ അക്കി ഉറങ്ങിയിട്ടില്ല. പാവം 3:15 മണി കഴിഞ്ഞു. 3:30 അവനെ പോണേ. അക്കി ഒരു TV കണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പാവങ്ങള് ഉറങ്ങിയിട്ടില്ല. എനിക്കിങ്ങനെ ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോവാ. ഡോറൊക്കെ തുറന്ന് പാവം വെയിറ്റ് ചെയ്തിരിക്കട്ടാ. അക്കി ഇങ്ങനെ കണ്ടില്ലല്ലോ. കൈകൊണ്ടടിക്കും. ഞാൻ കിടന്ന് ഉറങ്ങി വിചാരിച്ചു. പാവം ഞാൻ വിളിക്കാണ്ട് അക്കിനെ വിളി കാണാണ്ടായപ്പോ 10:30 മണിക്ക് തുടങ്ങിയ കുർബാന കഴിഞ്ഞപ്പോ കണ്ടു. അതെ അക്കിക്ക് നാളെ കളർ ചെയ്ത് കൊടുക്കും ഞാൻ. അവിടെ നോക്കി അത് ഞാൻ ചെയ്ത് കൊടുത്തു. കളർ ചെയ്ത് അന്ന് നമ്മള് ബാംഗ്ലൂർ പോണല്ലേ. ഇത് അക്കി പറഞ്ഞു കൊടുത്തിട്ട് പേപ്പർ വെച്ചത് കേട്ടോ. ബീഫും കായും. ഇവർക്ക് നോയമ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നോയമ്പുണ്ടായിരുന്നില്ല. അപ്പം നോയമ്പ് വിടാനുള്ള സാധനമായി. അങ്ങനെ ഞങ്ങൾ നോയമ്പൊക്കെ വിടി, ഒരുമിച്ച് നോയമ്പൊക്കെ വിടി. കാരണം അവർക്ക് നോയമ്പുള്ളത് കൊണ്ട് ബീഫ് നോൺ കഴിച്ചപ്പോൾ ഒരു ഇത് ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടണേ, ക്രിസ്മസിൻ്റെ അന്നത്തെ. കാരണം അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും, എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്.